വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ കഴുത്തറുത്തു കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. കാസർഗോഡ് പേരാൽ സ്വദേശി അബ്ദുൽ സലാമിനെ കഴുത്തറുത്തു കൊന്ന കേസിൽ 6 പ്രതികൾക്കാണ് ജീവപര്യന്തവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. മണൽക്കടത്തുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് പ്രതികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി കഴുത്തറുത്തു കൊന്നത്. ഏപ്രിൽ 30 വൈകിട്ടാണ് സംഭവം. പ്രദേശത്തെ നാട്ടുകാരാണ് കഴുത്തറുത്ത നിലയിൽ സലാമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 40 മീറ്റർ വ്യത്യാസത്തിലാണ് തലയും ഉടലും ഉണ്ടായിരുന്നത്. കൊലപാതകത്തിനിടെ സലാമിന്റെ സുഹൃത്തായ നൌഷാദിനും കുത്തേറ്റിരുന്നു. മാങ്ങാമുടി സ്വദേശികളായ സിദ്ദിഖ്, ഉമറുൽ ഫാറൂഖ്, സഹീർ, നിയാസ്, ലത്തീഫ്, ഹരീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 143, 147, 148 ഇതിൽ 3 മാസം കഠിന തടവ്, 326 2 വർഷം കഠിന തടവും 25,000 രൂപ വീതം ഫൈനും, 307 5 വർഷം കഠിന തടവും 25,000 രൂപ ഫൈൻ, 302 വകുപ്പ് പ്രകാരം ലൈഫും ഓരോ ലക്ഷം വീതം ഫൈനുമാണ് ഈച്ച്. അബ്ദുൽ സലാമിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല തട്ടിത്തെറിപ്പിച്ചു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പോലീസിന് വിവരം നൽകി സിദ്ദിഖിന്റെ മണൽ ലോറി സലാം പിടിപ്പിച്ചതും വീടുകയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സിദ്ദിഖ് നേരത്തെ ഒരു കൊലപാതക കേസിലും ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസിലും പ്രതികളാണ്. 24 കാസർഗോഡ്.